സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥ വളരെ കൃത്യമായി അറിയുന്നതിന് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണല്ലോ ഗൂഗിൾ വെതർ ഫോർകാസ്റ്റ്. എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഈ കാലാവസ്ഥ വളരെ കൃത്യമായി നമുക്കറിയുവാൻ സാധിക്കും. എല്ലാ ലോകരാജ്യങ്ങളിലും ഉള്ള കാലാവസ്ഥാ പ്രവചനം ഗൂഗിൾ ചെയ്യാറുണ്ടെങ്കിലും അമേരിക്കയിലെ ഗൂഗിൾ പ്രവചനം വളരെ കൃത്യമാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇവിടെയുള്ള മിക്ക പ്രോഗ്രാമുകളും നടത്തുന്നത് ഈ കാലാവസ്ഥാ പ്രവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു പ്രോഗ്രാം നടത്തുന്നതായ ദിവസം മഴയുണ്ടോ, അന്നത്തെ കാലാവസ്ഥ എങ്ങനെയുള്ളതായിരിക്കും, ചൂടുള്ള കാലാവസ്ഥയാണോ, തണുപ്പേറിയ കാലാവസ്ഥയാണോ, മഞ്ഞുണ്ടോ, ഇതൊക്കെ നോക്കിയാണ് ഒരു പ്രോഗ്രാം ക്രമീകരിക്കാൻ സാധ്യതയുള്ളത്. വാസ്തവത്തിൽ ഗൂഗിൾ വെതർ ഫോർകാസ്റ്റ് നൽകുന്ന ഇൻഫർമേഷൻ വളരെ കൃത്യമാണ് എന്നുള്ളത് അത്ഭുതാവഹമായ ഒരു കാര്യം തന്നെയാണ്. അതായത് ഓരോ മണിക്കൂറും ഇടവിട്ടുള്ളതായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഈ ഗൂഗിൾ വെതർ ഫോർകാസ്റ്റിലൂടെ നമുക്ക് ലഭിക്കാറുണ്ട്. അത് വളരെ കൃത്യമാണ് താനും. അതായത് ഇന്നത്തെ വെതർ ഫോർകാസ്റ്റ് ഇങ്ങനെയാണ്: 12 മണിയാകുമ്പോൾ 65 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ടെമ്പറേച്ചർ. 1 മണിയാകുമ്പോൾ 64 ഡിഗ്രി, 2 മണി വെളുപ്പിന് 63 ഡിഗ്രി ഫാരൻഹീറ്റ്. അങ്ങനെ അടുത്ത 12 മണിക്കൂറിലേക്കുള്ള താപനിലയും, മഴ പെയ്യാൻ സാധ്യതയുണ്ടോ, സൂര്യാസ്തമനം എപ്പോഴാണ്, സൂര്യോദയം എപ്പോഴാണ്, ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള താപനില എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പ്രവചിച്ചിരിക്കുന്നു. ഈ ഒരു ദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൂടാതെ അടുത്ത ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിലേക്കുള്ള കാലാവസ്ഥ എങ്ങനെയാണെന്നും ഇപ്പോൾ തന്നെ വളരെ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. പ്രകൃതിയെ വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും കാലാവസ്ഥയെ മുൻപ് കൂട്ടി പ്രവചിക്കുവാനും സാധിക്കുന്നത് വളരെ അത്ഭുതാവഹമാണ്. ഇന്ന് അതിനുള്ളതായ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ അമേരിക്കയിൽ ഉണ്ട്. അതുകൊണ്ടാണ് കാലാവസ്ഥ ഇത്ര കൃത്യമായി പ്രവചിക്കുന്നത് തന്നെ. ഇന്ത്യയിലും സമാനമായ സംവിധാനങ്ങളുണ്ട്. തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്ന് എല്ലാ മാസത്തിൻ്റെയും 3-ാം ബുധനാഴ്ച ഏകദേശം 11:45 മണിയോടുകൂടെ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യാറുണ്ട്. ആ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ്. ആ റോക്കറ്റ് വാസ്തവത്തിൽ ഈ കാലാവസ്ഥകളെപ്പറ്റിയും ബഹിരാകാശത്തെപ്പറ്റിയുള്ള പഠനത്തിന് വേണ്ടിയുള്ള ഒരു റോക്കറ്റ് കൂടെയാണ്. എന്തായിരുന്നാലും ഈ കാലത്തെ വിവേചിക്കുവാൻ, കാലാവസ്ഥയെ വിവേചിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് അതിശയകരമായ ഒരു കാര്യമാണ്. എന്നാൽ പഴയ കാലത്ത് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ തന്നെ ആളുകൾക്ക് കാലാവസ്ഥയെ വിവേചിക്കുവാൻ സാധിക്കുമായിരുന്നു. അത് മേഘങ്ങൾ കണ്ടുകൊണ്ട്, കാറ്റിൻ്റെ ഗതി കണ്ടുകൊണ്ട്, കാലാവസ്ഥയുടെ ചൂട്, തണുപ്പ് ഇതൊക്കെ കണ്ടുകൊണ്ട് അന്നത്തെ ആളുകൾ ചെയ്തിരുന്ന വളരെ കൃത്യമായ കാലാവസ്ഥാ പ്രവചനങ്ങളായിരുന്നു അത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 54 മുതലുള്ള വാക്യങ്ങൾ ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്നും മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകും എന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? കർത്താവായ യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. ഈ കാലത്തെ നാം വിവേചിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാലം അന്ത്യകാലമാണ് എന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ അറിയിക്കുന്നു. അതെങ്ങനെയാണ് അന്ത്യകാലം എന്ന് പറയുവാൻ സാധിക്കുക? വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ നാം കാണുന്ന 7 സഭകളുടെ കാലയളവുകളെ നോക്കുമ്പോൾ തന്നെ ഈ കാലയളവ് അന്ത്യകാലമാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിലെ അവസാനത്തെ ലവോദിക്ക സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 1900 ആരംഭിച്ച് ഇപ്പോഴും തുടരുന്നതായ കാലഘട്ടമാണ്. അതായത് 7 സഭാ കാലയളവുകളും അവസാനിക്കുന്ന സമയമായിരിക്കുന്നു. മാത്രവുമല്ല,
ലോകത്തെമ്പാടും ചിതറിപ്പോയിരുന്ന യഹൂദ ജാതിയുടെ മടങ്ങിവരവും അവരുടെ രാജ്യ പുനഃസ്ഥാപനവുമെല്ലാം ഈ കാലത്തിൻ്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ദൈവവചനം വളരെ കൃത്യമായി പറയുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ ഇനിയും സംഭവിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജീവരക്ഷ പ്രാപിച്ചവരെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയുള്ള മടങ്ങിവരവ്. ആ കൂട്ടത്തിൽ താങ്കൾ ഉൾപ്പെടുമോ, അതോ താങ്കൾ നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുമോ? ഈ സ്വർഗീയനാദം കേൾക്കുമ്പോൾ അതേ സംബന്ധിച്ച് കൃത്യമായി അറിയുവാനും തീരുമാനമെടുക്കുവാനും ദൈവം താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവനദിയായി ഒഴുകുന്ന സ്നേഹം അനുദിനം നുകരുവാൻ കേൾക്കൂ സ്വർഗീയനാഥൻ, ദ ഹെവൻലി വോയിസ്. കാലങ്ങൾ കഴിയാറായി, കർത്തൻ വരവ് ആസന്നമായി, മാറ്റൊലികൾ കേൾക്കുന്നേ, അടയാളങ്ങൾ കാണുന്നേ, മാറ്റൊലികൾ കേൾക്കുന്നേ, അടയാളങ്ങൾ കാണുന്നേ. കാലങ്ങൾ കഴിയാറായി, കർത്തൻ വരവ് ആസന്നമായി, മാറ്റൊലികൾ കേൾക്കുന്നേ, അടയാളങ്ങൾ കാണുന്നേ, മാറ്റൊലികൾ കേൾക്കുന്നേ, അടയാളങ്ങൾ കാണുന്നേ. ഒരുങ്ങിട്ടുണ്ടോ സോദരാ, ഒരുങ്ങിട്ടുണ്ടോ സോദരാ, ഒരുങ്ങിട്ടുണ്ടോ സോദരാ, ഒരുങ്ങിട്ടുണ്ടോ സോദരാ.